ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ക്ലാസ് 9ലെ പാരലൽ ലൈൻസ് എന്ന ചാപ്റ്ററാണ്. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. കുറച്ച് കോൺസെപ്റ്റ്സ് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ഈസി ആയിട്ട് ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാരലൽ ലൈൻസിന്റെ ഡെഫിനിഷൻ നോക്കാം. Two lines are said to be parallel if they never intersect each other. രണ്ട് ലൈൻസ് പാരലൽ ആണെന്ന് പറയണമെങ്കിൽ അവർ ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. അങ്ങനത്തെ ലൈൻസിനെയാണ് നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറയാം. അപ്പോൾ ഒരു ലൈനിനോട് മറ്റൊരു ലൈൻ പാരലൽ ആണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവർ ഒരിക്കലും കൂട്ടിമുട്ടില്ല എന്നാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് പാരലൽ ലൈൻ വരക്കാന്ന് നോക്കാം. Draw a parallel line to AB through the point C. ക്വസ്റ്റ്യൻ ഞാൻ തിരിച്ചാണ് വായിച്ചത്. ഡ്രോ എ ലൈൻ പാരലൽ ടു എ ബി ത്രൂ ദ പോയിന്റ് സി. അപ്പോൾ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത് എ ബിക്ക് പാരലൽ ആയിട്ട് നമുക്കൊരു ലൈൻ വരക്കണം. സി എന്ന പോയിന്റിലൂടെ ആവണം ആ ലൈൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു സ്കെയിലും വേണം, സെറ്റ് സ്ക്വയറും വേണം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ സ്കെയിലാണ് എടുക്കേണ്ടത്. സ്കെയിൽ എടുത്തിട്ട് നമ്മൾ ഏത് ലൈനിനാണോ പാരലൽ ആയിട്ട് വരക്കേണ്ടത് ആ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കണം. സ്കെയിൽ പെർപെൻഡിക്കുലർ ആണെന്ന് അറിയണമെങ്കിൽ ഇപ്പൊ 2ന്റെ ലൈൻ കണ്ടോ ഈ സ്കെയിലില്, അത് നമ്മുടെ പാരലൽ ആയിട്ട് ഏത് ലൈനിനാണോ വരക്കേണ്ടത് അതിന് കറക്റ്റ് ആയിട്ട് വെക്കുക. ഇപ്പൊ കണ്ട 2ല് കറക്റ്റ് അല്ലേ? അത് പെർപെൻഡിക്കുലർ ആണ്. ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് കറക്റ്റ് ഇതാ ഇങ്ങനെ വെക്കാം. കറക്റ്റ് ലൈനിന്റെ മുകളിൽ വെക്കാം. നിങ്ങൾ ശരിക്കുള്ള സ്കെയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനെ സ്ക്രീനിൽ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ കറക്റ്റ് വെച്ചിട്ട് ജസ്റ്റ് മുകളിലോട്ട് ഇങ്ങനെ കൊണ്ടുപോവുക. കറക്റ്റ് കൊണ്ടുപോകാൻ പറ്റും നമ്മൾ സ്കെയിലും സെറ്റ് സ്ക്വയറും യൂസ് ചെയ്യുമ്പോൾ. സ്കെയിൽ ഒരിക്കലും അനങ്ങാൻ പാടില്ല. എന്നിട്ട് ഇതാ ഈ സിയിലെത്തുമ്പോൾ ജസ്റ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമ്മൾ ലൈൻ വരക്കണം. ഇതാ ഇപ്പൊ സിയുടെ മുകളിലൂടെ നമ്മളൊരു ലൈൻ വരച്ചു. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇതുപോലെ നമുക്ക് എത്ര പാരലൽ ലൈൻസ് വേണമെങ്കിലും വരക്കാം. ഇതാ ഇവിടെ വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ വരക്കാം, ഇവിടെ വരക്കാം, എവിടെ വേണേലും നമുക്ക് വരക്കാൻ പറ്റും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട്. ഇനി നിങ്ങൾക്ക് അത്രയും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മാത്രം, ഞാൻ ഒരിക്കലും ഈ ഒരു ഇത് റെക്കമെൻഡ് ചെയ്യൂല, പക്ഷേ നിങ്ങൾക്ക് കുറച്ച് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വരക്കാം. കണ്ടാൽ ആക്യുറേറ്റ് ആണെന്ന് തോന്നണം, പക്ഷെ ആക്യുറേറ്റ് ഒരിക്കലും ആവില്ല കേട്ടോ ഇങ്ങനെ വരച്ചാൽ. കണ്ടാൽ ആക്യുറേറ്റ് ആണെന്ന് തോന്നുന്ന ലൈൻസ് നമുക്ക് ഇങ്ങനെ വരക്കാം. അതായത് ഏത് ലൈനാണോ വരയ്ക്കേണ്ടത് ജസ്റ്റ് അത് ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുപോകാം നമ്മുടെ സ്കെയിൽ. എന്നിട്ട് ഈ സിയിലെത്തുമ്പോൾ, അതായത് എവിടെയാണോ വരക്കേണ്ടത് അവിടെ എത്തുമ്പോൾ നമ്മൾ ഉറപ്പ് വരുത്തണം ഇത് പാരലൽ ആയിട്ടാണ് നിൽക്കുന്നത് എന്ന് സ്കെയില്. എന്നിട്ടൊരു ലൈൻ വരക്കാം. ഓക്കെ, അപ്പോഴും നമുക്ക് ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ കണ്ടാൽ ആക്യുറേറ്റ് ആണെന്ന് തോന്നുന്ന രീതിയിൽ നിങ്ങൾക്ക് വരക്കാം എന്നാണ് പറഞ്ഞത്. ചിലർ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ വരച്ചിട്ട് ഇത് കറക്റ്റ് അല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ വരച്ചിട്ട് കാര്യമില്ല. അതായത് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ഉണ്ടാവും, ഞാൻ വെറുതെ പറയാം കേട്ടോ. അതായത് ഈ തെറ്റിക്കുന്ന ആൾക്കാരെയാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പൊ ഇത് കറക്റ്റ് ആണെന്ന് നമ്മൾ വെച്ചിട്ട് വേണം ഇങ്ങനെ വരക്കാം. ഓക്കെ, അപ്പൊ മറ്റു ലൈനാണ് നമ്മൾ പഠിക്കാനുള്ളത്. അത് യൂസ് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ് ഈക്വൽ ഡിവിഷൻ, അൺഈക്വൽ ഡിവിഷൻ. ഇങ്ങനെ രണ്ട് പാർട്സ് ആയിട്ടാണ് ഈ ചാപ്റ്റർ വരുന്നത്. ഈക്വൽ ഡിവിഷനിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു ലൈൻ തരും, ആ ലൈനിനെ നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ചിലപ്പോൾ 3 ഈക്വൽ ഡിവിഷൻ ആയിരിക്കും, അല്ലെങ്കിൽ 4, അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് അങ്ങനെ ആ ഒരു ഇത് പഠിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും.
അൺഈക്വലിൽ വരുന്നത് റേഷ്യോ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ലൈക്ക് 2:3 അല്ലെങ്കിൽ 3:1 അങ്ങനെ കുറച്ച് റേഷ്യോ തരും. ആ റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഈക്വൽ ഡിവിഷനിൽ വരുന്നത് ഈക്വൽ ആയിട്ട്, അതായത് ഇതൊരു 3 പാർട്സ് ആക്കാൻ അല്ലെങ്കിൽ 2 പാർട്സ് ആക്കാൻ അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇനി ഈക്വൽ ഡിവിഷൻ എന്ന പാർട്ടിൽ ഫസ്റ്റ് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് പഠിക്കാനുണ്ട്. പാരലൽ ലൈൻസ് ദ സെയിം ഡിസ്റ്റൻസ് അപ്പാർട്ട് കട്ട് എനി അതർ ലൈൻ ഇൻടു ഈക്വൽ പീസസ്. ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ ഈ ഒരു ചാപ്റ്റർ. ഇതിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ നിങ്ങൾ നോക്കുക. കുറച്ച് പാരലൽ ലൈൻസ് തന്നിട്ടുണ്ട്. ഇതാണ് പാരലൽ ലൈൻസ് എന്ന് വിചാരിക്കുക. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസസ് ഒക്കെ സെയിം ആണ്. അതായത് ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ഇതൊക്കെ സെയിം ആണ്. ഇതിപ്പോ 3 ആണെങ്കിൽ ഇത് ഫുള്ള് 3 ആണ് കേട്ടോ. 3 ആയിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു ഡിസ്റ്റൻസ് അപ്പാർട്ടിലാണ് അവർ നിൽക്കുന്നത്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? 3 ആണ്. മനസ്സിലായോ? 3 മാത്രമല്ല, എന്താണെന്നാ പറയുന്നത്, സെയിം ഡിസ്റ്റൻസ് ആവണം. മേ ബി 2 സെന്റിമീറ്റർ അപ്പാർട്ടായിരിക്കും നിൽക്കുന്നത്, അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ, അങ്ങനെ ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഇവറ്റങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, ഈ ഒരു പാരലൽ ലൈൻസ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ലൈൻ വരക്കുകയാണ്. ഇതുപോലെ ഈ ഒരു ബ്ലൂ ലൈന് പോലെ ഒരു ലൈൻ വരക്കുകയാണ് നമ്മൾ. അപ്പോ നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത് വെച്ചാൽ, ഈ ലൈൻ ഇപ്പൊ കട്ടാവുന്നുണ്ടല്ലോ. ലൈക്ക് ഈ ലൈന് കട്ടാവുന്നുണ്ട് ഇങ്ങനെ. ഈ ലൈന് കട്ടാവുന്നില്ലേ? ഇവിടെ അതൊക്കെ ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിന് നെയിം കൊടുത്തു നമ്മൾ ABCD. അങ്ങനെയാണെങ്കിൽ AB = BC = CD എന്നാണ്. മനസ്സിലായോ? അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഈസിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇനി ഇതേ പാർട്ടിൽ വരുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് പാരലൽ ലൈൻസ് വിച്ച് കട്ട് സം ലൈൻ ഇൻടു ഈക്വൽ പീസസ് ആർ ഈക്വൽ ഡിസ്റ്റൻസ് അപ്പാർട്ട്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യം ജസ്റ്റ് തിരിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. പാരലൽ ലൈൻസ് വിച്ച് കട്ട് സം ലൈൻ ഇൻടു ഈക്വൽ പീസസ്. മനസ്സിലായോ? അതായത് കുറച്ച് പാരലൽ ലൈൻസ് ഉണ്ട്. ഇവര് തമ്മിൽ ഡിസ്റ്റൻസിന്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. ഇവര് തമ്മിൽ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞ, സെയിം ഡിസ്റ്റൻസ് ആയിട്ട് അവർ നിൽക്കുന്നത് എന്ന് പറഞ്ഞില്ലേ. പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ അത് പറഞ്ഞിട്ടില്ല. കുറച്ച് പാരലൽ ലൈൻസ് ഉണ്ട്. ഇനി അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഒരു ലൈൻ അതിലൂടെ കടത്തി വിട്ടാല് ആ ലൈനിനെ ഇത് ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അതായത് ഇതൊക്കെ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ തന്ന പാരലൽ ലൈൻസ് ഈക്വൽ ഡിസ്റ്റൻസ് അപ്പാർട്ടിലാണ് നിൽക്കുന്നത്. അതായത് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആണെന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? നേരത്തെ പറഞ്ഞത് ജസ്റ്റ് തിരിച്ചു പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ 2 സ്റ്റേറ്റ്മെന്റ്സ് പഠിച്ചു. ഇനിയും ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ ഉണ്ട്. പാരലൽ ലൈൻസ് വിച്ച് കട്ട് വൺ ലൈൻ ഇൻടു ഈക്വൽ പീസസ്. അതായത് കുറച്ച് പാരലൽ ലൈൻസ് ഉണ്ട്, അത് ഒരു ലൈനിനെ ഈക്വൽ പീസ് ആയിട്ട് കട്ട് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. അങ്ങനെയാണെങ്കിൽ ആ പാരലൽ ലൈൻസിന്റെ ഇടയിലൂടെ എത്ര ലൈൻസ് നമ്മൾ കടത്തി വിട്ടാലും അതെല്ലാം ഈക്വൽ പീസസ് ആയിട്ട് കട്ടാവും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? കുറച്ച് പാരലൽ ലൈൻസ് ഉണ്ട്. ഈ ബ്ലൂ ലൈനിനെ ഈ പാരലൽ ലൈൻസ് ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? നേരത്തെ പറഞ്ഞ പോലെ AB = BC = CD എന്ന് പറഞ്ഞില്ലേ, അതുപോലെ കട്ട് ചെയ്യുന്നുണ്ട് ഈക്വൽ പീസസ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിലൂടെ എത്ര ലൈൻ ഇങ്ങനെ കടത്തി വിട്ടാലും എന്താണ് സംഭവിക്കുന്നത്? ഇതെല്ലാം ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മളെ തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ 3 സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ട്രയാങ്കിളിന്റെ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഒന്ന് പറഞ്ഞു തരാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് കുറച്ച് ട്രയാങ്കിൾസിനെ കുറിച്ചാണ്. അപ്പൊ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം
അതിന് മുന്നേ പറഞ്ഞുതരാം. നമ്മൾ കുറച്ച് പാരലൽ ലൈൻസ് വരച്ചു. ഇവരൊക്കെ ഈക്വൽ ഡിസ്റ്റൻസ് അപ്പാർട്ടാണ്. നേരത്തെ പറഞ്ഞ അതേ കാര്യമായിട്ട് ചെയ്യുന്നത്. ഇവരൊക്കെ ഈക്വൽ ഡിസ്റ്റൻസ് അപ്പാർട്ടാണ്. മനസ്സിലായോ? ഈ ലൈൻസ് ഒക്കെയും ഈക്വൽ ഡിസ്റ്റൻസ് അപ്പാർട്ടായിട്ടാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് ലൈൻ ഇതിലൂടെ കടത്തിവിട്ടാലും അത് ഈക്വൽ പാർട്സ് ആയിട്ട് കട്ടാവും പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനിതാ ഇങ്ങനൊരു ലൈൻ വരച്ചു. ഇതിപ്പോ ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ വേറൊരു ലൈൻ വരച്ചു. ഇങ്ങനെ. മനസ്സിലായി? ഇങ്ങനൊരു ലൈൻ വരച്ചു. ഈ ലൈനും ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കൂ. ഇപ്പൊ ഇവിടെ ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു ട്രയാങ്കിൾ, ഇവിടെ ഈ ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം ഈ ലൈന് ഈ ഒരു ലൈനോട് പാരലൽ അല്ലേ? ആ ഒരു ലൈൻ ഈ ലൈനോട് പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിനെ കട്ട് ചെയ്യുന്ന ഈ ഒരു ലൈനും ഈ ട്രയാങ്കിളിന്റെ സൈഡും എന്താണ്? പാരലൽ ആണ്. മനസ്സിലായോ? ഇതും പാരലൽ ആണ്, ഇതും പാരലൽ ആണ്, ഇതും പാരലൽ ആണ്. അങ്ങനെയല്ല പറയേണ്ടത്. ഈ ഒരു ലൈനിനോട് ഈ ഒരു സൈഡ് പാരലൽ ആണ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ബേസിക്കലി ഒരു കാര്യം പറയാം. അതായത് ട്രയാങ്കിളിന്റെ ഈ ഒരു സൈഡിനോട്, ബേസ് സൈഡിനോട് പാരലൽ ആയിട്ട് നമ്മളൊരു ലൈൻ വരക്കുന്നു. എങ്ങനെയാ വരക്കുന്നത്? ഈ ലൈനിനെ ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോ ഈ ഒരു സൈഡിന്റെ മിഡ് പോയിന്റിലൂടെ നമ്മൾ ഈ ബേസിനോട് പാരലൽ ആയിട്ടൊരു ലൈൻ വരച്ചെങ്കിൽ, ഓക്കെ, ബേസിനോട് പാരലൽ ആയിട്ടൊരു ലൈൻ വരച്ചു. അങ്ങനെയാണെങ്കിൽ ആ ലൈൻ ചെന്ന് മുട്ടുന്നത് എവിടെയാണ്? ഇത് ചെന്ന് മുട്ടുന്നത് ഈ തേർഡ് സൈഡിന്റെ മിഡ് പോയിന്റിലാണ്. മനസ്സിലായോ? നമ്മളിപ്പോ പഠിച്ച കാര്യം തന്നെ നമ്മളൊന്ന് തിരിച്ചു പറഞ്ഞതാണ്. വേറെ രീതിക്ക് ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞ കാര്യമാണിത്. ഓക്കെ, അപ്പൊ ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് നമ്മൾ ഫോം ചെയ്തപ്പോ എന്താ ഉണ്ടായത്? ഇതേ കാര്യം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി. അതായത് ബേസിനോട് പാരലൽ ആയിട്ട് ഒരു സൈഡിന്റെ മിഡ് പോയിന്റിലൂടെ ഒരു ലൈൻ വരച്ചു. അപ്പൊ അത് ചെന്ന് മുട്ടുന്നത് ഈ തേർഡ് സൈഡിന്റെ മിഡ് പോയിന്റിലാണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതൊരു പാർട്ടായിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. എളുപ്പമാണ്, പക്ഷെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ ബേസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ഇങ്ങനെ വരുന്നത് എന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയാത്തത് ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് പ്രത്യേകിച്ച് പറഞ്ഞത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഡിവൈഡ് 7 cm ലൈൻ ഇൻറ്റു 3 ഈക്വൽ പീസസ്. 7 cm ലൈൻ നമ്മൾ 3 ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. നമ്മൾ പറഞ്ഞില്ലേ ഈക്വൽ ഡിവിഷൻ. 7 cm-നെ 3 ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. ഇത് ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങളൊന്ന് നേരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് 7 cm ലൈൻ നിങ്ങളെ നോട്ട്ബുക്കിൽ അല്ലേ നിങ്ങൾ ചെയ്യുക. അപ്പോൾ കറക്റ്റ് 7 cm നിങ്ങൾ സ്കെയിലെടുത്ത് വരക്കണം. ഓക്കെ, ഞാൻ വരക്കുന്നത് കറക്റ്റ് ആവില്ല. ഓക്കെ, നിങ്ങൾ ഒരു 7 cm ലൈൻ വരക്കുക. ഓക്കെ, 7 cm ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യണേ. 7 cm ലൈൻ വരക്കണം. സോറി, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. I need to buy a new stylus. Okay, അപ്പോ 7 cm ലൈൻ വരക്കണം. ഓക്കെ, 7 cm വരച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെങ്കിൽ 3 ഈക്വൽ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 3ന്റെ മൾട്ടിപ്പിൾസ് നോക്കുക. മൾട്ടിപ്പിൾസ് എന്താണെന്ന് അറിയാത്ത ആളുകളുണ്ടോ? മൾട്ടിപ്പിൾസ് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, അതായത് 3ന്റെ ടേബിളിൽ 3 × 1 3, 3 × 2 6, 3 × 3 9 അങ്ങനെ വരുന്ന ആ ഒരു എന്താ പറയുക പ്രോഡക്ട്സിനെയാണ്, 3ന്റെ ടേബിളിൽ വരുന്ന പ്രോഡക്ട്സിനെയാണ് നമ്മൾ
3ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ 7ന്റെ താഴെയുള്ള 3ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? 3 × 3 9 അല്ലേ? 3 × 2 6. 6 ആണ് 7ന്റെ താഴെ വരുന്ന മൾട്ടിപ്പിൾ. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 7നോട് ഒന്ന് ചെരിഞ്ഞിട്ട് 7 സെന്റിമീറ്റർ ലൈനോട് ഒന്ന് ചെരിഞ്ഞിട്ട് നമ്മൾ 6 സെന്റിമീറ്റർ, അതായത് 3 പാർട്സ് ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 7 സെന്റിമീറ്ററിന്റെ താഴെ 3യുടെ മൾട്ടിപ്പിൾ ചെറുതുള്ളത് ഏതാണ്? 7നേക്കാൾ ചെറുതുള്ളത് 6 ആണ്. ആ 6 സെന്റിമീറ്റർ നമ്മളൊന്ന് ചെരിഞ്ഞ് വരക്കണം. കറക്റ്റ് വരക്കണേ. 6 സെന്റിമീറ്റർ ഇങ്ങനെയാണെന്ന് വിചാരിക്കും. അപ്പോൾ 6 സെന്റിമീറ്റർ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? 3 പാർട്ട് ആക്കാൻ പറ്റും. എങ്ങനെ? 2 2 2 വെച്ചിട്ട്. അപ്പൊ എങ്ങനെ ഏതാണ്ടൊക്കെ എങ്ങനെ വരും? 2 സെന്റിമീറ്റേഴ്സ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ. ഇതിനു വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ 7ന്റെ താഴെയുള്ളത് നോക്കുന്നത്. 2 സെന്റിമീറ്റർ. 6 സെന്റിമീറ്ററിന് നമ്മൾ ഫുൾ എത്രയാ? 6 സെന്റിമീറ്റർ. ഇതൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യണേ. ഇത് ഫുള്ളായിട്ട് 6 സെന്റിമീറ്റേഴ്സ് ആണ്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 2 ലൈൻസും ജോയിൻ ചെയ്ത് ഇതൊരു ട്രയാങ്കിൾ ആക്കണം. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം. അതിന്റെ സ്റ്റൈലസ് കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഇൻഷാല്ല ഞാൻ പുതിയ സ്റ്റൈലസ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് ചെയ്ത് കാണിക്കണ്ട. കേട്ടോ, ഇത് രണ്ടും ജോയിൻ ചെയ്യാം. മനസ്സിലായോ? നിങ്ങൾ ശരിക്കും പെൻസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. സോ ഇതിങ്ങനെ ജോയിൻ ചെയ്യണം രണ്ടും കൂടെ. അപ്പം നമുക്ക് ട്രയാങ്കിൾ കിട്ടിയില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, ഈ തേർഡ് സൈഡ് കണ്ടോ നിങ്ങൾ? ഈ തേർഡ് സൈഡ് കണ്ടോ? ഇത് എത്രയാണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ നേരത്തെ പഠിച്ച കാര്യം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ലൈനോട് പാരലൽ ആയിട്ട് ലൈൻസ് വരക്കണം. മനസ്സിലായോ? നിങ്ങൾ നേരത്തെ പറഞ്ഞ മെത്തേഡിൽ വരക്കുക, സ്കെയിലും സെറ്റ് സ്ക്വയറും യൂസ് ചെയ്തിട്ട്. ഇപ്പൊ ഞാൻ ഈ തേർഡ് സൈഡിന് പാരലൽ ആയിട്ട് വരച്ചു. നിങ്ങൾ സെറ്റ് സ്ക്വയറും സ്കെയിലും യൂസ് ചെയ്ത് വരക്കുക. ഇപ്പൊ നമ്മൾ എന്ത് കോൺസെപ്റ്റ് ആണ് ഇവിടെ അപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ, ഈ തേർഡ് സൈഡ് കണ്ടില്ലേ നിങ്ങൾ? തേർഡ് സൈഡ് ഇതിനോട് പാരലൽ ആണ് നമ്മളിപ്പോ വരച്ച ഈ 2 ലൈൻസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പാരലൽ ലൈൻസ് ഈ 6 സെന്റിമീറ്ററിനെ 3 എണ്ണാക്കി കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 7 സെന്റിമീറ്ററിനെയും കട്ട് ചെയ്യുന്ന നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? ആ ഒരു കോൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തേർഡ് സൈഡിന് പാരലൽ ആയിട്ട് നമ്മൾ 6 സെന്റിമീറ്ററിലൂടെ വരച്ചു. അപ്പൊ അത് ചെന്ന് മുട്ടുന്നത് എവിടെയാണോ? 7ന്റെ കട്ട് ചെയ്യുന്ന പോർഷൻസിലാണ്. 7 സെന്റിമീറ്റർ അല്ല കേട്ടോ, 7/3 സെന്റിമീറ്റേഴ്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, കട്ട് ചെയ്ത ഓരോ പീസസും 7/3 സെന്റിമീറ്റേഴ്സ് ആണ്. 7/3 സെന്റിമീറ്റേഴ്സ് ഇവിടെ എഴുതണം, ഈ ഒരു പോർഷനിലും എഴുതണം. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, 7/3 സെന്റിമീറ്റേഴ്സ് നിങ്ങൾ മെൻഷൻ ചെയ്യണേ. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ മനസ്സിലായില്ലേ? അപ്പൊ ഇതേ മെത്തേഡിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇപ്പൊ 4 ഈക്വൽ പീസസ് ആണ് ചോദിച്ചിട്ടുള്ളെങ്കിലും 4 ഈക്വൽ പീസസ് ആയിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ 7ന്റെ താഴെ 4ന്റെ മൾട്ടിപ്പിൾ ഏതാണെന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. 7 അല്ല, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ 7 സെന്റിമീറ്റർ ആവൂല, വേറെ ഏതെങ്കിലും ആയിരിക്കും തരിക. അപ്പൊ നിങ്ങൾ ഇതിന്റെ താഴെ 4ന്റെ മൾട്ടിപ്പിൾ നോക്കിയിട്ട് ഈ 6 സെന്റിമീറ്റർ വരച്ചില്ലേ, ആ ഒരു ഏരിയയിൽ 4ന്റെ ആ ഒരു മൾട്ടിപ്പിൾ ആണ് വരക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഇനി റിവിഷൻ ആയിട്ട് ഇനിയും ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ടൈമിൽ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു മെത്തേഡിലാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യേണ്ടത്. ഇനി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 11 സെന്റിമീറ്റർ.
ഇത് ആ സെയിം കാര്യമാണ് കേട്ടോ. നേരത്തെ നമ്മൾ ചെയ്തില്ലേ 7 സെന്റിമീറ്ററിനെ 3 ഈക്വൽ പാർട്സ് ആക്കിയതുപോലെ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസിനെയാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുക. അപ്പൊ നമ്മൾ ഈ 11 സെന്റിമീറ്ററിനെ 3 ഈക്വൽ പാർട്ടാക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ നമുക്ക് ചെയ്തു നോക്കാം. നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ ഇതാ ഞാൻ ഇനി ഡിസ്കസ് ചെയ്യുന്നില്ല. നേരത്തെ നമ്മൾ ചെയ്തില്ലേ അതേ മെത്തേഡിൽ നമ്മൾ 11 സെന്റിമീറ്ററിനെ ഈക്വൽ പാർട്സ് ആയിട്ട് 11 സെന്റിമീറ്ററിനെ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. മനസ്സിലായോ? ഇപ്പൊ ഈ കട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ഓരോ ഭാഗങ്ങളും 11/3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇത്രയും നമ്മൾ മറ്റേ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ. അപ്പൊ 11ന്റെ താഴെ 3യുടെ മൾട്ടിപ്പിൾ വരുന്നത് 9 സെന്റിമീറ്റർ ആണ്. 9 സെന്റിമീറ്റർ നമ്മൾ വരച്ചു. ആൻഡ് അത് 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ആയിട്ട് 3 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് തേർഡ് സൈഡിനോട് പാരലൽ ലൈൻസ് അതിലൂടെ വരച്ചപ്പോൾ 11 സെന്റിമീറ്റർ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ആയി. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കോമ്പസ് ആവശ്യമാണ്. അപ്പൊ കോമ്പസ് വെച്ച് നമ്മൾ ഈ ഏതെങ്കിലും ഒരു പാർട്ട് മെഷർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ചെയ്യേണ്ടത് ഈ 2 പോയിന്റ്സിലും വെച്ചിട്ട് നിങ്ങൾ ഇവിടെ ഒരു ആർക്ക് വരക്കണം. ഒരു ആർക്ക് വരക്കണം. കണ്ടോ? ഒരു ആർക്ക് വരക്കുക. അപ്പൊ നമുക്ക് അവിടെ ഒരു പോയിന്റ് കിട്ടില്ലേ? ഈ ആർക്സ് ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമുക്കൊരു പോയിന്റ് കിട്ടും. അത് ജസ്റ്റ് അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പെൻസിൽ യൂസ് ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്ത് വെക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരക്കാൻ പറഞ്ഞാൽ 11 സെന്റിമീറ്റർ നമ്മൾ അതിന്റെ പെറിമീറ്റർ നമ്മൾ വരച്ചിട്ട് അതിനെ 3 ഈക്വൽ പാർട്ടാക്കുക. എന്നിട്ട് കോമ്പസ് യൂസ് ചെയ്തിട്ട് ഓരോ പാർട്ട് മെഷർ ചെയ്താൽ മതി. ഈ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെയും വരക്കാം കേട്ടോ. നമുക്കിതാ ഇവിടെയും വരക്കാം, എവിടെ വേണമെങ്കിലും വരക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാർട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഭാഗത്ത് വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഡ്രോ എ റെഗുലർ ഹെക്സഗൺ ഓഫ് പെറിമീറ്റർ 20 സെന്റിമീറ്റർ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ ബുക്കിൽ വലിയ പേജൊക്കെ ആവശ്യമാണ്. 20 സെന്റിമീറ്റർ ലൈൻ നമ്മൾ വരക്കണം ആദ്യം. അപ്പോൾ ഇത് സെയിം മറ്റു മെത്തേഡിൽ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ചെയ്ത ആ മെത്തേഡ്സിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഹെക്സഗണിനെ കുറിച്ച് കുറച്ച് ബേസിക് നോളേജ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എക്സാമിന് ഇത് പഠിക്കാതെ പോകരുത്. ഓക്കെ, അപ്പോൾ റെഗുലർ ഹെക്സഗണിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് റെഗുലർ ഹെക്സഗൺ? ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 സൈഡുള്ള ഒരു പോളിഗൺ ആണ്. ഓക്കെ, ഇതാ ഏതാണ്ട് ആക്യുറേറ്റ് ആയിട്ട് വരക്കണം. ഞാൻ എൻ്റെ സ്റ്റൈലസ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ 6 ഈക്വൽ സൈഡ്സ് ഉള്ള ഒരു പോളിഗണിനെയാണ് നമ്മൾ ഹെക്സഗൺ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതിലെ ഇന്റീരിയർ ആംഗിൾസ് 1, അതായത് ഒരു ഇന്റീരിയർ ആംഗിൾ മെഷർ ചെയ്താൽ എത്ര ആയിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ ഓരോ ഇന്റീരിയർ ആംഗിളും 120 ഡിഗ്രിയാണ്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതറിയില്ലെങ്കിൽ എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ മാർക്ക് എക്സാമിന് പോകുന്നതാണ്. അതുകൊണ്ട് എന്തായാലും ഈ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. എന്താണ് അറിയേണ്ടത്? ഇന്റീരിയർ ആംഗിൾ ഓഫ് എ ഹെക്സഗൺ ഈക്വൽ ടു 120 ഡിഗ്രി. ഇനി നിങ്ങൾ സെയിം നേരത്തെ ചെയ്ത അതേപോലെ ഈ 20 സെന്റിമീറ്റർ ലൈൻ വരച്ച് അതിനെ 6 ഈക്വൽ പാർട്സ് ആക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ കിട്ടിയിട്ടുള്ളത് 20/6 ആണ്. ഇതിൽ ഓരോ പാർട്ടും എത്ര? 20/6 ആണ്. 20/6 ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹെക്സഗണിന്റെ മെഷർമെന്റ്, ഒരു സൈഡിന്റെ മെഷർമെന്റ് 20/6 ആയിരിക്കും. ഇനി നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഒരു പ്രൊട്രാക്ടർ ആണ്. പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് ഇതിൽ ഏതെങ്കിലും ഒരൊറ്റ പീസ് കൺസിഡർ ചെയ്യുക.
ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു പീസാണ്. ആ ഒരു പീസാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് പ്രൊട്രാക്ടർ കൊണ്ടുവന്ന് ഇവിടെ വെക്കണം. നിങ്ങൾ ഏത് സൈഡാണോ കൺസിഡർ ചെയ്യണത് അവിടെ കൊണ്ടുവന്ന് വെക്കുക. ഈ ഒരു സൈഡിൽ നിന്ന്, അതായത് റൈറ്റ് സൈഡിൽ നിന്ന് 0, 10, 20 കണ്ടില്ലേ, അങ്ങനെ 120 വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ലൈൻ അങ്ങ് വരച്ചേക്കണം. ഒരു ലൈന് അങ്ങ് വരച്ചേക്കണം. കണ്ടോ, 128. ഓക്കെ. ഇനി നിങ്ങൾ കോമ്പസിൽ ഈ 20/6 മെഷർ ചെയ്യാം. മനസ്സിലായോ? ഈ കിട്ടിയ പീസസ് മെഷർ ചെയ്യുക. എന്നിട്ട് അതങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ആ ഒരു ഏരിയയിലാണ് കേട്ടോ കിട്ടുക. ഇത് സെയിം മെത്തേഡിൽ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. ബുക്ക് ഒന്ന് തിരിച്ചു പിടിച്ചോ. എന്നിട്ട് പ്രൊട്രാക്ടർ എവിടെ വെക്കണം എന്നറിയോ? ഈ ഒരു ഏരിയയിൽ ഇവിടെ കൊണ്ടു വെക്കാം. നമ്മൾക്ക് മാർക്ക് ചെയ്ത ആർക്ക് കിട്ടിയ സ്ഥലത്ത്. എന്നിട്ട് പിന്നെ 120 മാർക്ക് ചെയ്യണം. 120 മാർക്ക് ചെയ്യാം. ഞാനിത് ഓൾറെഡി വരച്ച് വെച്ചതാണ്. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് കണ്ടത്. ഇത് കറക്റ്റ് ഞാൻ 0-ലല്ല വെച്ചിട്ടുള്ളത്. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ചെയ്യുക. ഞാനിത് ഓൾറെഡി വരച്ച് വെച്ചതാണ്. ഇപ്പം നമുക്ക് 120 കിട്ടി. ഇനി ഇതേപോലെ 20/6 നമ്മൾ കോമ്പസിൽ മെഷർ ചെയ്ത് ആർക്ക് വരക്കാം. ആർക്ക് വരച്ചു. ഇനി സെയിം മെത്തേഡിൽ പ്രൊട്രാക്ടർ ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. എന്നിട്ട് 120 മാർക്ക് ചെയ്യുക. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഹെക്സഗൺ കിട്ടും. അങ്ങനെ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുമെന്നറിയോ? പിന്നെ നമ്മൾ 120 മാർക്ക് ചെയ്തു, ആർക്ക് വരച്ചു, പിന്നെ 120 ആർക്കിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തു. പിന്നെ നമുക്ക് കിട്ടുന്നത് ആ ആർക്കിൽ നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് ജോയിൻ ചെയ്താൽ മതി. ഇപ്പോൾ ഈ കിട്ടിയിട്ടുള്ളതാണ് ഹെക്സഗൺ. ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കണമെങ്കിൽ നിങ്ങൾ കിട്ടിയിട്ടുള്ള ഇന്റീരിയർ ആംഗിൾ 120 ഡിഗ്രി ആണെന്ന് ഉറപ്പുവരുത്തിയാൽ മതി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സിമ്പിൾ ആണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ നെക്സ്റ്റ് പാർട്ട് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.